അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു HSA എന്ന് പറയുന്ന എക്സാമിൽ ആദ്യ റാങ്കിലേക്ക് എത്താനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് തുടക്കത്തിൽ തന്നെ ചെയ്തു പോരേണ്ടത്, ഇനി എക്സാം ഡേറ്റ് വരേക്കും നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മുടെ പഠിത്തം കൊണ്ടുപോകേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ ഇത് പറയുന്നതിന് മുൻപ് തന്നെ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുന്നതിന്റെ പ്രസക്തിയെ കുറിച്ച് ഞാനൊന്ന് പറയാം. നിങ്ങൾ ഇത് കാണുന്നവര് മിക്കവാറും ഡിഗ്രി, PG, BEd ഉള്ളവരായിരിക്കാം, ഡിഗ്രിയും BEd ഉള്ളവരായിരിക്കാം, ഡിഗ്രിയും BEdും KTETും സെറ്റും ഒക്കെ ക്വാളിഫൈഡ് ആയിട്ടിരിക്കുന്നവരായിരിക്കാം. ചിലവരൊക്കെ പല സ്കൂളുകളിൽ വർക്ക് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഡെയിലി വേജസ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും. ഈ ഒരു പരീക്ഷ മറ്റുള്ളവരൊക്കെ പറയുന്നത് കേട്ടിട്ട് PSCയോട് ഒരു പേടിയാണല്ലേ, നമുക്കൊന്നും PSC കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നവരായിരിക്കും. പക്ഷേ ഈ എക്സാം എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ്. 100 മാർക്കിന്റെ ഈ ഒരു എക്സാമില് 80 മാർക്കും നമ്മൾ ഡിഗ്രിക്കും PGക്കും ഒക്കെ പഠിച്ച, +2 ഒക്കെ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചോദിക്കുന്നുള്ളൂ. അത് മാത്രമല്ല, ഒരു ഹൈസ്കൂൾ ടീച്ചർ എന്നുള്ള ഒരു പോസ്റ്റ് അല്ലെ, ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു പോസ്റ്റർ ആണ്, ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പാക്കേജ് ഒക്കെ ഉള്ള ഈ ഒരു പോസ്റ്റ്. അത് നമ്മൾ മിസ് ചെയ്യാൻ പാടുമോ? ഒരിക്കലുമില്ല. അത് മാത്രമല്ല, കഴിഞ്ഞ HSA എക്സാം അല്ലെ, തൊട്ടു മുൻപേ കഴിഞ്ഞ HSA എക്സാമിന്റെ റാങ്ക് ലിസ്റ്റും അപ്ലിക്കൻസിന്റെ എണ്ണവും ഇപ്പോ പോയിരിക്കുന്ന അഡ്വൈസും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടാത്ത ഒരു പരീക്ഷയാണ് ഇനി നടക്കാൻ പോകുന്ന ഈ ഒരു HSA എക്സാം എന്ന് പറയുന്നത്. സോ അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു ഡാറ്റ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് നോക്കൂ, ഇത് ഡിസ്ട്രിക്ട് വൈസ് ആണ്, അതായത് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്ന എണ്ണമാണ്. നോക്കൂ, മലപ്പുറം ജില്ലയില് 110ഓളം അഡ്വൈസ് പോയി കഴിഞ്ഞു. 110 ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞു. തൊട്ടടുത്ത് കിടക്കുന്നത് പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിൽ 61ഓളം ഉദ്യോഗാർത്ഥികൾക്ക് അഡ്വൈസ് മെമ്മോ പോയി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇതില് അപ്ലിക്കന്റിന്റെ എണ്ണം നമ്മൾ ഒരു ജനറൽ PSC എടുത്തു നോക്കുമ്പോ വളരെയേറെ കുറവാണ്. ഇപ്പൊ പാലക്കാട് ജില്ലയൊക്കെ ആണെങ്കിൽ ഒരു ഏകദേശം 900 അടുത്ത് ആൾക്കാർ അപ്ലൈ ചെയ്തിട്ട് ഏകദേശം 700 അടുത്ത് ആൾക്കാർ മാത്രമാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത്. അതിൽ 125ഓളം പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ 175 പേരിൽ 61 പേരും ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇത് ഒരു ജില്ലയുടെ കണക്ക് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോ ഇതുപോലെ മറ്റ് ജില്ലകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ 54, കണ്ണൂർ ജില്ലയിലാണെങ്കിൽ 46, തൃശ്ശൂർ 35, കാസർഗോഡ് 33, കൊല്ലം 32, എറണാകുളം 25, ആലപ്പുഴ 23, കോഴിക്കോട് 13, വയനാട് 12, ഇടുക്കി 12, കോട്ടയം 11, പത്തനംതിട്ട 9. ഇത്രയും എണ്ണമാണ് നമ്മുടെ കഴിഞ്ഞ HSA റാങ്ക് ലിസ്റ്റ് ഏകദേശം ഒരു വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ നിലവിൽ വന്നിട്ട്. ആ ഒരു ഗ്യാപ്പിലാണ് ഇത്രയും അഡ്വൈസ് പോയിട്ടുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊന്ന് മെനക്കെട്ടാൽ ഇതുപോലെ തന്നെ അടുത്ത അഡ്വൈസിനകത്ത് നമ്മളുടെ പേരും വരില്ലേ? അടുത്ത റാങ്ക് ലിസ്റ്റിനകത്ത് നമ്മളും ഉൾപ്പെടില്ലേ? അതെ, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എക്സാമിന്റെ റേഞ്ച്, അതായത് എത്ര അപ്ലിക്കന്റ് ഉണ്ടായിരുന്നു, കട്ട് ഓഫ് ഒക്കെ എങ്ങനെയാ വന്നിരിക്കണേന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, മലപ്പുറം ജില്ല നമ്മൾ പറഞ്ഞായിരുന്നു, മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അപ്ലിക്കൻസിന്റെ എണ്ണവും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ കൂടുതലാണ് കേട്ടോ. അവിടെയാണ് ഏറ്റവും കൂടുതൽ അഡ്വൈസും പോയിട്ടുള്ളത്, സ്കൂളുകൾ കൂടുതലായതുകൊണ്ട് തന്നെ. അപ്പൊ മലപ്പുറം ജില്ലയില് 2089 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതില് 398 പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. കട്ട് ഓഫ് നോക്കിക്കേ, 23.33. അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ള ഒരു പരീക്ഷയായിരുന്നു കഴിഞ്ഞ HSA എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ ജില്ലയിലും 22നും ഒരു 28നും ഇടയ്ക്കാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അതിൽ മലപ്പുറം ജില്ലയിൽ 23.33, പാലക്കാട് ജില്ലയിൽ 24. നിങ്ങൾക്ക് കാണാം ഇവിടെ ഓരോ ജില്ലയിലെയും കട്ട് ഓഫ് മാർക്ക് നിങ്ങൾക്ക് കാണാം.
ഓക്കെ, അപ്പൊ അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് എല്ലാം ഈ ഒരു റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. വയനാട് ജില്ലയിൽ 20 ആലപ്പുഴയിൽ 22.67 അതുപോലെ കോട്ടയം ജില്ലയിൽ 23 ഇത്തരത്തിലാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഇതിനകത്ത് തന്നെ മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ എണ്ണവും അതുപോലെ തന്നെ ടോട്ടൽ അഡ്വൈസ് പോയിട്ടുള്ള ആൾക്കാരുടെ എണ്ണവും നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പൊ മറ്റ് PSC പരീക്ഷകളെ അപേക്ഷിച്ച് ഒരു ഡിഗ്രിയും ബിഎഡും കേറ്ററ്റ് അഥവാ സെറ്റ് അത്തരത്തിലുള്ള യോഗ്യതയും ഉള്ളവർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് നമ്മുടെ ഇനി വരാൻ പോകുന്ന HSA എക്സാം എന്ന് പറയുന്നത്. സോ ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആരും തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ കുറച്ചൊന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത്, അതായത് നമ്മുടെ ജോലി കിട്ടാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതെല്ലാം സ്ട്രാറ്റജിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യ റാങ്കിൽ തന്നെ എത്തണം. നമ്മൾ വെറുതെ പഠിച്ച് റാങ്ക് ലിസ്റ്റിനകത്ത് കയറി എന്ന് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ ജോലി കരസ്ഥമാക്കിയേ തീരൂ, അല്ലെ? നമ്മൾ ആ രജിസ്റ്ററിൽ പോയി ഒപ്പിട്ടേ തീരൂ. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് ആദ്യ 10 റാങ്കിനുള്ളിൽ ഞാൻ വന്നിരിക്കും എന്ന ദൃഢനിശ്ചയത്തോടു കൂടി ആയിരിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മള് ഏറ്റവും ആദ്യം തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്, അല്ലെ? നമ്മള് നോട്ടിഫിക്കേഷൻ വരട്ടെ, അപ്ലൈ ചെയ്യട്ടെ, ഹോൾ ടിക്കറ്റ് വരട്ടെ, അപ്പൊ പഠിക്കാം എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. 8 മൊഡ്യൂളുള്ള അത്യാവശ്യം നല്ലൊരു അടിപൊളി സിലബസ് PSC നമ്മുടെ മുന്നിലേക്ക് തരുന്നുണ്ട്. ഇനി അതിൽ മാത്രം ഒതുങ്ങി പഠിച്ചാൽ മതിയോ? പോരാ. PSC മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനനുസരിച്ച് നമ്മളും നമ്മുടെ നിലവാരം ഉയർത്തിക്കൊണ്ട് വരിക തന്നെ വേണം. അപ്പൊ നന്നായിട്ട് തന്നെ പഠിച്ചേ മതിയാകും. ഈ നന്നായിട്ട് പഠിക്കാനായിട്ട് ആദ്യം മുതലേ നമ്മൾ ശ്രമിക്കണം. ഓക്കെ, ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ വളരെ നന്നായി പഠിച്ചിട്ട് പിന്നെയുള്ള ദിവസങ്ങൾ ഡള്ളായി പോയിട്ട് കാര്യമേ ഇല്ല. നമ്മൾ ആദ്യം നമ്മൾ ഇപ്പൊ എങ്ങനെയാണോ പഠിച്ചു തുടങ്ങുന്നത് അത് തന്നെ എക്സാമിന്റെ തലേന്ന് വരെ മെയിൻറ്റെയിൻ ചെയ്യാൻ, ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോ അതാണ് ആദ്യത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഇനി എക്സാം എപ്പോ വന്നോട്ടെ, എത്രയും കൂടുതൽ സമയം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്കൊരു ജോലിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും സമയം നിങ്ങൾ അതിനു വേണ്ടി മാറ്റിവെച്ച് അതിനു വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് അറിയാം, നമുക്ക് 8 മൊഡ്യൂളുള്ള ഒരു സിലബസ് ഉണ്ട്. ഈ 8 മൊഡ്യൂളുള്ള സിലബസിനകത്ത് നമ്മുടെ സബ്ജക്റ്റ് മാത്രമാണ് 80 മാർക്കിന് വരുന്നത്. ബാക്കിയുള്ള ഒരു 20 മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ സൈക്കോളജി, പെഡഗോജി, അതുപോലെ കുറച്ച് റിനൈസൻസിന്റെ പോർഷൻ ആണ് ആദ്യത്തെ 20 മാർക്കിന് വരുന്നത്. അപ്പൊ ഈ 80 മാർക്കിനെ നമ്മൾ ഒന്ന് മുന്നിൽ കണ്ടുകൊണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ഒരു 2 മൊഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് +1 +2 ആ ഒരു ടോപ്പിക് തന്നെ, അതിനകത്തുള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ് അതേപടി വരുന്നത് നമ്മുടെ NCERT +1 +2 ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നീട് കുറച്ച് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 3, 4, 5 മൊഡ്യൂൾസിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക്, ഡിഗ്രി ലെവൽ ടോപ്പിക്കിലേക്ക് നമ്മൾ എത്തുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ 6, 7, 8 മൊഡ്യൂളിലേക്ക് വരുന്ന സമയത്ത് കംപ്ലീറ്റ്ലി നമുക്ക് അത് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പോർഷനുമാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ നമ്മുടെ സിലബസിനെ തന്നെ 3 സെക്ഷൻ ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഈ 3 സെക്ഷനിലും കറക്റ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ നമ്മുടെ NCERT ആൻഡ് SCERT പാഠഭാഗവും അതുപോലെ തന്നെ നിങ്ങൾക്ക് റെഫറൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഏതെങ്കിലും പുസ്തകവും ഉപയോഗിച്ച് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ പഠിക്കാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ അത് എന്ത് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലകളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറംസും എല്ലാം തന്നെ നോട്ട് എഴുതിക്കൊണ്ട് തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പൊ നോട്ട് എഴുതുക എന്ന് പറയുമ്പോൾ ഇപ്പൊ NCERT-യിലെ ഒരു ലെസൺ എടുത്ത് നോക്കിയാൽ അതിനകത്ത് ഒരുപാട് എക്സസൈസുകൾ ഉണ്ടാവും, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. എല്ലാം ഈ നോട്ടിൽ പകർത്താൻ പാടുമോ? ഇല്ല. നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഫോർമുലകൾ, നമുക്കൊരു റെഫറൻസ് ആയിരിക്കണം നമ്മുടെ നോട്ട് ബുക്ക് എന്ന് പറയുന്നത്. അതിനർത്ഥം നിങ്ങൾ ആ എക്സസൈസും പ്രോബ്ലംസും ഒന്നും പ്രാക്ടീസ് ചെയ്യരുത് എന്നല്ല, അതെല്ലാം പ്രാക്ടീസ് ചെയ്യണം. അത് സെക്കൻഡ് സെഷൻ ആയിട്ട്.
ഇവിടെ എല്ലാ ടൈപ്പ് പ്രോബ്ലംസും നമ്മൾ നോക്കി പോകുന്നു. അടുത്തൊരു സെക്ഷനിൽ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുന്നു. അതിന് പ്രാക്ടീസ് ചെയ്യാൻ തന്നെ നമ്മൾ ഒരു പ്രത്യേക സമയം മാറ്റിവെക്കുന്നു. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ റെഫറൻസ് ബുക്ക് തന്നെയാണ്. ഒരുപാട് റാങ്ക് ഫയലുകളും ഒരുപാട് പുസ്തകങ്ങളും ഒക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ നമുക്ക് കിട്ടും. പക്ഷെ എല്ലാം വാങ്ങിക്കുകയും എല്ലാം നോക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പഠിത്തം അവിടെ ഉഴപ്പിപ്പോകാനാണ് സാധ്യത. കാരണം ഒരേ ടോപ്പിക് തന്നെ നിങ്ങൾ ഈ ബുക്കിൽ പഠിക്കും, ആ ബുക്കിൽ പഠിക്കും, എല്ലാ പുസ്തകത്തിലും പഠിക്കും. അപ്പൊ നിങ്ങൾ റെഫറൻസിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് നിങ്ങൾക്കറിയാലോ, ഒരു ടോപ്പിക് വായിക്കുമ്പോൾ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്, കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, ആ ഒരു പുസ്തകത്തെ തന്നെ നിങ്ങൾ ആശ്രയിക്കാനായിട്ട് ശ്രമിക്കണം. ഒരു പുസ്തകം വെച്ച് നോട്ട് ഉണ്ടാക്കുക. ഓക്കെ, ഒരുപാട് പുസ്തകങ്ങൾ റെഫർ ചെയ്ത് അന്വേഷിച്ച് അങ്ങനെ പോയി ഒരുപാട് പുസ്തകങ്ങളിലേക്കൊന്നും പോണ്ട. ഒറ്റ പുസ്തകം വെച്ച് നമ്മൾ നോട്ട് തയ്യാറാക്കിയാൽ മതിയാവും. ഓക്കെ, അങ്ങനെ ഈ ഒരു സിലബസിനകത്തുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ചിലപ്പോൾ ചിലതൊക്കെ എന്താണ് തിയറി ആയിരിക്കും വരിക. തിയറി വരുന്നത് പുസ്തകത്തിൽ നിന്ന് തന്നെ വായിച്ച് അവിടെ അണ്ടർലൈൻ ചെയ്ത് വേണ്ട കാര്യങ്ങൾ മാത്രം പോയിന്റ്സ് ആയിട്ട് എഴുതിയെടുത്താൽ മതിയാവും. ഓക്കെ, ബാക്കി എല്ലാം തന്നെ ഈ ഒരു രീതിക്ക് എന്ത് ചെയ്യുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് തീർച്ചയായും SCERT തന്നെയാണ്, സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. പക്ഷെ നമുക്ക് ഈ ചെറിയ കുട്ടികളുടെ, അതായത് 8 മുതൽ 10 വരെയുള്ള ക്ലാസ്സിൽ ഒരുപാട് പോർഷൻസ് ഒന്നും വരുന്നില്ല. അതും പറഞ്ഞ് ഈ 8 മുതൽ 10 വരെയുള്ള ക്ലാസ് ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്ന പരീക്ഷ, നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മലയാളത്തിലാണ്. പക്ഷേ ചില വാക്കുകളെല്ലാം അവർ ബ്രാക്കറ്റിനകത്ത് ഇംഗ്ലീഷിൽ തരുന്നുണ്ട്. എങ്കിലും മലയാള വാക്കുകളായിട്ട് നമുക്കൊരു കണക്ഷൻ അറിയണമെങ്കിൽ നമ്മൾ 8, 9, 10 ടെക്സ്റ്റ് ബുക്ക് പഠിക്കണം. അത് ചുരുങ്ങിയ സമയം കൊണ്ട് 8, 9, 10 ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കണം. കാരണം കൂടുതൽ പോർഷൻ വരുന്നത് +1, +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ +1, +2 ടെക്സ്റ്റ് ബുക്കാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട കാര്യം. സിലബസ് അനുസരിച്ച് +1, +2 ടെക്സ്റ്റ് ബുക്കുകൾ നോട്ട് കംപ്ലീറ്റ് ചെയ്യുകയും കൂടാതെ ഈ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എല്ലാ പ്രോബ്ലംസും വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ മറ്റൊരു സമയം കൂടെ മാറ്റിവെക്കണം. അതിനകത്ത് മിസലേനിയസ് പ്രോബ്ലംസ് ഉണ്ടാകും. അത് റിലേറ്റഡ് ആയിട്ട് പല കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ചോദിക്കുന്ന പ്രോബ്ലംസ് ഉണ്ടാവും. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ എപ്പോഴും റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഈ റിവിഷൻ ആണ് നിങ്ങളെ മുൻ റാങ്കുകളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും വലിയൊരു നമ്മുടെ മുൻ റാങ്കുകളിലേക്ക് എത്തിക്കാൻ ഏറ്റവും സഹായിക്കുന്നത് എന്താണ്, ഈ റിവിഷൻ ആണ്. ഒരു പക്ഷെ ഇന്ന് പഠിക്കുന്ന കാര്യം അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ ഒരു 5 ദിവസം കഴിഞ്ഞ് ചോദിച്ചാൽ നമ്മൾ മറന്നു പോവാറുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ്, പ്രോപ്പർ റിവിഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്താണ്, റിവിഷൻ ആണ്. അപ്പൊ റിവിഷൻ ചെയ്യുക. ഈ റിവിഷൻ ചെയ്യുന്നതിലൂടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം ഓരോ മൊഡ്യൂളിൽ നിന്നും. ഓക്കെ, ഒരു ചോദ്യം എക്സാമിന് കാണുമ്പോൾ ഓർത്ത് നോക്കി എഴുതുന്ന ഒരു സാഹചര്യം വരരുത്. കാണുമ്പോൾ അപ്പൊ തന്നെ അതിന്റെ ഐഡിയ നമുക്ക് കിട്ടണം. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പൊ തന്നെ തയ്യാറെടുത്തുകൊണ്ട് ഇരിക്കണം. ഇനി അതുപോലെ തന്നെയാണ് ടൈം മാനേജ്മെന്റ്. നമുക്ക് ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് അതിൽ കൂടുതൽ ടൈം കളഞ്ഞ് അപ്പുറത്തുള്ള അറിയുന്ന ചോദ്യങ്ങൾ എഴുതാനുള്ള സമയം കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതൊരിക്കലും ഉണ്ടാക്കിയെടുക്കരുത്. അപ്പൊ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോവുക. അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് നിങ്ങൾ പഠിക്കണം. അത് നമ്മുടെ HSC എക്സാമിന് മാത്രമല്ല, പല എക്സാമുകളിൽ നമ്മുടെ ഇതേ സിലബസ് വരുന്ന പല PSC എക്സാമുകൾ ഉണ്ട്. അത് ഏതാണെന്ന് കറക്റ്റ് ആയി കണ്ടുപിടിച്ച് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഒരു OMR ഷീറ്റ് എടുത്ത് അതിന്റെ ഓരോ ക്വസ്റ്റ്യനും വർക്ക്ഔട്ട് ചെയ്ത് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോ ആ രീതിക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എക്സാം എഴുതിയുള്ള ഒരു പരിചയം ഉണ്ടാവണം. ഈ എക്സാം എഴുതിയിട്ടുള്ള, അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് ചെല്ലുന്ന സമയത്ത് ഒരു ചോദ്യത്തിന് കുറച്ച് സമയം കൊടുത്തു, അത് കിട്ടുന്നില്ല, അപ്പൊ തന്നെ സ്കിപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ നമുക്ക് കഴിയണം. ഒരേ ചോദ്യത്തിൽ തന്നെ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ മാറ്റിവെക്കണം. അപ്പൊ ഈ ടൈം മാനേജ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് പരീക്ഷ എഴുതുമ്പോഴും അതെ, പഠിക്കുമ്പോഴും അതെ. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് അറിയുന്ന ആ ഒരു ടോപ്പിക് മാത്രം കൂടുതൽ പഠിച്ച് നമുക്ക് കുറച്ച് ടൈറ്റ് ആയി തോന്നുന്ന ഭാഗം അവിടെ ഒതുക്കി വെച്ച് കഴിഞ്ഞാലും പ്രശ്നം തന്നെയാണ്. അപ്പോൾ എല്ലാ മൊഡ്യൂളിനും
കറക്റ്റ് ആയിട്ടുള്ള ടൈം ഡിവൈഡ് ചെയ്ത് ഓരോ ദിവസത്തിൽ ഏതൊക്കെ പഠിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് വേണം ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കാനായിട്ട്. ഓക്കെ, പിന്നീട് നമ്മൾ ഏറ്റവും കൂടുതൽ പരിശീലിക്കേണ്ടത് നെഗറ്റീവ് മാർക്കിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നെഗറ്റീവ് മാർക്കാണ് നമ്മുടെ റാങ്ക് ഒരുപാട് പുറകിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മെയിൻ വില്ലൻ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, മാക്സിമം നെഗറ്റീവ് മാർക്കിനെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ പരീക്ഷകൾ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യണം. അതിനി HSAയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കുറവാണ്, അത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ വളരെ എളുപ്പമുള്ള, നിങ്ങൾക്ക് കുറച്ച് സമയം ഏതെങ്കിലുമൊക്കെ അറിയുന്ന എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത്, അതിനിപ്പോ LDC ആയിക്കോട്ടെ LGS ആയിക്കോട്ടെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നിങ്ങൾ നെഗറ്റീവ് ഇല്ലാതെ എഴുതി പഠിക്കണം. ഓക്കെ, പിന്നെ ഇപ്പൊ നമ്മൾക്ക് എല്ലാം എന്താണ് ഗൂഗിളിലും ഒക്കെ അവൈലബിൾ ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് എന്താ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസും നമുക്ക് കിട്ടും പല സൈറ്റിൽ നിന്നും. അപ്പൊ എന്ത് ചെയ്യുക, നെഗറ്റീവിനെ ഒഴിവാക്കാൻ നിങ്ങൾ കഷ്ടപ്പെട്ടേ പറ്റൂ. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത ഒരു എക്സാം, അതായത് നിങ്ങൾ എഴുതുന്ന എക്സാമിന് നിങ്ങൾ ഒട്ടും തന്നെ എന്താണ് നെഗറ്റീവ് മാർക്ക് വരുത്താതെയുള്ള ഒരു പ്രാക്ടീസ് ആണ് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ആദ്യമൊക്കെ വളരെ നന്നായി അങ്ങ് പഠിച്ചു തുടങ്ങും. പിന്നെ പഠനത്തിന്റെ തീവ്രത എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ട് വരും. അതൊരിക്കലും പാടില്ല. നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കണം. ഇത് നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. നമ്മുടെ ജീവിതം ഒരു നല്ലൊരു ലെവലിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന, നമ്മൾ നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണിത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. ചിലപ്പോൾ കുറേ പഠിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് മുഷിഞ്ഞു പോകും, അല്ലെങ്കിൽ നമുക്ക് എന്താണ്, ഓ ഇത് തന്നെയാണോ, ഓരോ ഫംഗ്ഷന് പോകുന്നില്ല, ഫാമിലിയിൽ പല കല്യാണങ്ങൾ വരുന്നു, അത് വരുന്നു ഇത് വരുന്നു, ഒന്നിനും ഞാൻ പോകുന്നില്ല, ഞാൻ ഈ പഠിത്തം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് തോന്നും, കുറച്ചൊന്ന് എൻജോയ് ചെയ്യണം അല്ലെങ്കിൽ കുറച്ച് പുറത്ത് പോകണം എന്നൊക്കെ നമുക്ക് തോന്നും. ആ സമയമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇല്ല ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ്, ഞാൻ കുറച്ച് ദിവസം ഒന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം രക്ഷപ്പെടും എന്ന് നിങ്ങൾക്ക് സ്വയം എന്ത് വേണം, സ്വയം ഒരു ആഗ്രഹം വേണം. ഞാൻ പഠിക്കുന്നത് ചുമ്മാ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടല്ല, ചുമ്മാ റാങ്ക് ലിസ്റ്റിൽ വരാൻ വേണ്ടിയിട്ടല്ല, ആദ്യ റാങ്കിൽ, ഈവൻ ഞാനായിരിക്കും ഫസ്റ്റ് റാങ്കിൽ ഉണ്ടാവുക, ആ ഒരു സീറ്റ് മതി എനിക്ക് എന്ന് സ്വയം നിങ്ങൾക്ക് തോന്നണം. അപ്പോ അതുകൊണ്ട് എന്ത് ചെയ്യണം, സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കണം എപ്പോഴും. നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം. നമ്മൾ പഠിക്കുന്ന കാലത്ത് നമുക്ക് ഏറ്റവും ടഫ് ആയിട്ടുണ്ടായിരുന്ന പോർഷൻ ഒക്കെ ഇപ്പോഴും ഉണ്ടാവും. അപ്പൊ നമുക്ക് തോന്നും അയ്യോ ഇതൊന്നും എനിക്ക് ഒരിക്കലും കിട്ടില്ല എന്ന്. അങ്ങനെയേ അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് മനസ്സിരുത്തി ആ ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഭാഗമായിരിക്കും അത്. അപ്പോൾ അങ്ങനെ എപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആയി വീട്ടിലൊക്കെ നല്ല പ്ലസന്റ് ആയി കൂടുതൽ സമയങ്ങൾ പഠിക്കാനിരിക്കുമ്പോഴും കുറച്ച് ലെഷർ ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, ചെറിയ കാര്യങ്ങളുമായിട്ട് ഗാർഡനിങ് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ചു നേരം TV ഒക്കെ കണ്ടിട്ടോ അങ്ങനെയൊക്കെ മാറ്റി വെക്കാം. പക്ഷെ മാക്സിമം ടൈം എന്ത് വരണം, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഫയർ ഉണ്ടായിരിക്കണം. ഈ എക്സാം ഞാൻ നേടാൻ വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ടുള്ള എക്സാം ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു മുൻ റാങ്കിൽ എത്താനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്നാമത് മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഒഴിവായിട്ട് നിൽക്കുക. നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒന്നിലും നമ്മൾ ഇടപെടാതിരിക്കുക. അപ്പോൾ കൂടുതൽ സമയം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ബുക്കും നമ്മുടെ ടോപ്പിക്കും നമ്മുടെ പരീക്ഷയുമായിട്ട് നമ്മൾ എന്നും ബന്ധത്തിലിരിക്കുക. അതൊക്കെ ഒന്ന് കുറച്ച് നാളത്തേക്ക് ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ള ടൈം ടേബിൾ ഫോളോ ചെയ്യുക, കറക്റ്റ് ആയി റിവിഷൻ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ തന്നെ SCERT NCERT ടെക്സ്റ്റ് ബുക്കുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ നോട്ട് പ്രിപ്പയർ ചെയ്യുക. കറക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ വരുന്ന HSA എക്സാമിന് നിങ്ങൾ ടോപ്പ് 10ൽ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് എങ്ങനെയാണ് നമ്മൾ ഓരോ ടോപ്പിക്കും പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് നമ്മൾ ഈ ഒരു എക്സാമിന് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.